മിഡ്നൈറ്റ് ഹാമർ മറക്കരുത്. ഇറാനെ വിറപ്പിച്ച് വീണ്ടും മുന്നറിയിപ്പുമായി രംഗത്തെത്തിയിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കയുടെ ആക്രമണം ഏത് നിമിഷവും പ്രതീക്ഷിക്കുന്ന ഇറാൻ തിരിച്ചടിക്കാൻ സജ്ജമായിരിക്കുകയാണ്. ഇതിനിടയിലും ട്രംപ് നിരന്തരം ഭീഷണി മുഴക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി വൈറ്റ് ഹൌസിൽ നടത്തിയ നിർണായക കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് ട്രംപ് ഇറാന്റെ നെഞ്ചിടിപ്പ് കൂട്ടുന്ന പ്രസ്താവന നടത്തിയത്. ചർച്ചകൾക്ക് ഇറാൻ തയ്യാറാകണമെന്നും അല്ലാത്ത പക്ഷം കഴിഞ്ഞ വർഷം ജൂൺ 21-നുണ്ടായ മിഡ്നൈറ്റ് ഹാമർ ആക്രമണം ഓർമ്മയുണ്ടാകണമെന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. ട്രംപ് രണ്ടാം തവണ അധികാരമേറ്റ ശേഷം നെതന്യാഹുവുമായി നടത്തുന്ന 7ാമത്തെ കൂടിക്കാഴ്ചയായിരുന്നു ഇത്. കഴിഞ്ഞ വർഷം ജൂൺ 21-ന് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ഉൾപ്പെടെയുള്ള 3 പ്രധാന സൈനിക താവളങ്ങളെ ലക്ഷ്യമാക്കി അമേരിക്ക നടത്തിയ മിന്നൽ ആക്രമണമാണ് മിഡ്നൈറ്റ് ഹാമർ എന്നറിയപ്പെടുന്നത്. സമാധാന ചർച്ചകളിൽ നിന്ന് ഇറാൻ പിൻവാങ്ങിയതിന് തൊട്ടു പിന്നാലെയായിരുന്നു അമേരിക്കയുടെ ഈ സൈനിക നടപടി. ഇത്തവണ കൂടുതൽ ഉത്തരവാദിത്തത്തോടെ ഇറാൻ പെരുമാറണമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നാണ് ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചത്. കഴിഞ്ഞ തവണ കരാറിന് തയ്യാറായിരുന്ന ഇറാൻ മിഡ്നൈറ്റ് ഹാമറിന്റെ പ്രത്യാഘാതം അനുഭവിച്ചതാണെന്നും ഇത്തവണ ബുദ്ധിപൂർവ്വം പെരുമാറണമെന്നും കരുതപ്പെടുന്നുവെന്നാണ് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഒമാനിൽ വെച്ച് ഇറാനുമായി പരോക്ഷമായി നടക്കുന്ന ചർച്ചകൾ തുടരാൻ താൻ നെതന്യാഹുവിനോട് ആവശ്യപ്പെട്ടതായി ട്രംപ് വെളിപ്പെടുത്തി. ഇസ്രായേലിന്റെ ആശങ്കകൾ മാനിച്ചുകൊണ്ട് തന്നെ ഇറാനുമായി ഒരു പുതിയ കരാറിലെത്താനാണ് താൻ ആഗ്രഹിക്കുന്നതെന്ന് ട്രംപ് നെതന്യാഹുവിനെ അറിയിച്ചു. ഗാസയിലെ സ്ഥിതിഗതികളും മേഖലയിലെ സമാധാന ശ്രമങ്ങളും ഇരുവരും ചർച്ച ചെയ്തു. പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണെന്നും ട്രംപ് അവകാശപ്പെട്ടു. ഇസ്രായേലും അമേരിക്കയും തമ്മിലുള്ള ബന്ധം കൂടുതൽ കരുത്തോടെ തുടരുമെന്ന് നെതന്യാഹുവിന്റെ ഓഫീസും വ്യക്തമാക്കി. ഇറാന്റെ ആണവ പദ്ധതികളെ സംബന്ധിച്ച് ഒമാനിൽ നടക്കുന്ന ചർച്ചകളിൽ ശുഭാപ്തി വിശ്വാസമുണ്ടെന്ന് സൂചനയുണ്ടെങ്കിലും സൈനിക നടപടിയുടെ ഭീഷണി നിലനിർത്തിക്കൊണ്ടുള്ള ട്രംപിന്റെ നീക്കം ഇറാനെ സമ്മർദ്ദത്തിലാക്കിയിരിക്കുകയാണ്. പ്രതിഷേധക്കാർക്കെതിരെ ഇറാൻ നടത്തുന്ന അടിച്ചമർത്തലുകളിൽ മുൻപും ട്രംപ് കടുത്ത പ്രതിഷേധം അറിയിച്ചിരുന്നു. ട്രംപ് നെതന്യാഹു സഖ്യം കൂടുതൽ ശക്തമാക്കുന്നത് മേഖലയിലെ രാഷ്ട്രീയ സമവാക്യങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുത്തുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അതേസമയം ഇറാനിൽ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭത്തിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങളോടും പരിക്കേറ്റവരോടും പ്രസിഡന്റ് മസൂദ് പെസൻഷ്കിയാൻ ക്ഷമാപണം നടത്തി. 1979-ലെ ഇസ്ലാമിക വിപ്ലവത്തിന്റെ 47ാമത് വാർഷിക വേളയിൽ തലസ്ഥാനമായ ടെഹ്റാനിലെ ആസാദി സ്ക്വയറിൽ നടന്ന ചടങ്ങിലായിരുന്നു ക്ഷമ ചോദിക്കൽ. എന്നാൽ പ്രതിഷേധങ്ങൾക്ക് പിന്നിൽ പാശ്ചാത്യ രാജ്യങ്ങളുടെ കുപ്രചരണമാണെന്നും അദ്ദേഹം ആരോപിച്ചു. അതേസമയം സർക്കാർ ആഭിമുഖ്യത്തിലുള്ള ആഘോഷങ്ങൾക്കിടയിലും രാത്രികാലങ്ങളിൽ ടെഹ്റാനിലെ വീടുകളിൽ നിന്ന് ഏകാധിപതി തുലയട്ടെ എന്ന മുദ്രാവാക്യങ്ങൾ ഉയർന്നതായി ദൃക്സാക്ഷികൾ വെളിപ്പെടുത്തി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കൂടുതൽ യുദ്ധക്കപ്പലുകൾ മേഖലയിലേക്ക് അയക്കുമെന്ന് ഭീഷണി നിലനിൽക്കുന്നതിനാൽ ഇറാൻ കടുത്ത സമ്മർദ്ദത്തിലാണ്. ഇറാനുമായുള്ള ആണവ ചർച്ചകൾ പുനരാരംഭിക്കാനിരിക്കെ കടുത്ത സമ്മർദ്ദ തന്ത്രമാണ് ട്രംപ് പയറ്റുന്നത്. നിലവിൽ USS എബ്രഹാം ലിങ്കൺ എന്ന വിമാനവാഹിനി കപ്പൽ മേഖലയിലുണ്ട്. ഇതിനു പുറമെ രണ്ടാമതൊരു വിമാനവാഹിനി കപ്പൽ കൂടി മധ്യേഷ്യയിലേക്ക് അയക്കാൻ ആലോചിക്കുന്നതായി ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.